ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ആവുന്നത് ഒരു അൺബോക്സിങ്ങിലാണ് കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ എടുത്തു വെച്ചതാണ്. എനിക്ക് ഈ പാഴ്സൽ പൊട്ടിക്കാതെ തീരെ സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ റാൻഡം ആയിട്ടുള്ള ഐറ്റംസ് ടീമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജിന്. കൂടുതൽ ഐറ്റംസും കിച്ചൺ റിലേറ്റഡ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ലേബിൾസ്, പിന്നെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത്, ബെഡ്ഷീറ്റ് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ കറ കളയുന്ന ടിഷ്യൂ, വൈപ്സ്, ലിൻറ്റ് റിമൂവർ, പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ ജീൻസ് നിരച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കളർ റീസ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ്സ്. പിന്നെ ഇതാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നൊരു പ്രോഡക്റ്റാണിത്. ഇത് ഹാൻഡ് ഹെൽഡ് അയൺ ആട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എല്ലാ പ്രോഡക്ട്സിനും. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഓയിൽ സ്ട്രെയിനർ, ഇപ്പം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഓയിലൊക്കെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, എയർ ഫ്രൈയിൽ യൂസ് ചെയ്യുന്ന മോൾഡ്, ടിഷ്യൂ ബോക്സ്. ഇതെന്തിനാണെന്ന് അറിയില്ല, ഞാൻ 2 ലേബിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പെന്നും ഉണ്ടാവും കേട്ടോ, വൈറ്റ് കളറിൻ്റെ. ലെർണർ റിട്ടേൺ ചെയ്യണം. പിന്നെ ഇത് ഹെം ടേപ്പ് ആട്ടോ. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഡിസ്പോസിബിൾ സോക്സ് ആണ്. പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഹുക്സ് ആട്ടോ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണിക്കുന്നതായിരിക്കും. ഇത് സിലിക്ക ജെല്ല്. ഇനി ഒരു 2-3 ഐറ്റം കൂടി കഴിഞ്ഞാൽ ഫുള്ള് പാഴ്സൽ എംപ്റ്റി ആയി. അത് കഴിയുമ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ റിങ് റീസൈസറാണ്. ആൻഡ് അടുത്തതൊരു ബാംബൂ റാപ്പ് ഓർഗനൈസറാണ്. പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഇതാണ് ഞാൻ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. ഇത് വന്നിട്ടൊരു മോപ്പാട്ടോ, മോപ്പ് സെറ്റാണ്. ഞാൻ യൂഷ്വലി കണ്ടേക്കുന്നത് റൗണ്ടിൽ വരുന്ന മോപ്പ് സെറ്റാണ്. പക്ഷേ ഇത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഒക്കെ വളരെ ഈസിയാണ് ഇങ്ങനത്തെ വരുമ്പോഴേക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ട് വരുന്ന മോപ്പ് ഷീറ്റ്സും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മോപ്പിൻ്റെ പാഡ് 4 എണ്ണം ഉണ്ടായിരുന്നു. വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ തന്നെ 2 കള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒരെണ്ണം ഡ്രൈ ചെയ്യാനും ഒരെണ്ണം വെറ്റ് ചെയ്ത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് നാളെ കിച്ചണിലോട്ട് വെക്കുക എന്നുള്ളതാണ്. ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ്. ഇതാണ് ഇന്നലെ വന്ന കുംഭം. ആക്ച്വലി ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാർക്കറും ഉണ്ടായിരുന്നു ആൻഡ് കുറച്ച് എക്സ്ട്രാ ഷീറ്റ്സും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡോളേഴ്സിലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കൺവേർട്ട് ചെയ്ത് 2 പൂജ്യമൊക്കെ കുറച്ച് റിയാലാക്കി. അടുത്ത് ഞാൻ വന്നത് എൻ്റെ കിച്ചണിലോട്ടാണ്. കിച്ചണിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് പണി ഇവിടെ ചെയ്യാനുണ്ടെന്നുള്ളത്. ഇതായിരുന്നു എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ബിലോ 2 എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഈ 2 ബോക്സസ്. ഇങ്ങനത്തെ കുറേ നല്ല നല്ല ബോക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഓർത്തു ഇങ്ങനെ വെക്കുമ്പോഴേക്കും കുറച്ച് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ലുക്കൊക്കെ കിട്ടുമല്ലോ. അപ്പം ഞാൻ 2 ബോക്സ് മേടിച്ചു. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ വാങ്ങി വെച്ച കുറച്ച് ബോക്സസാണിത്. ഇത് ഗ്ലാസ് ആണ്. മറ്റേത് ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. കുറച്ച് സ്റ്റഡിയാണ്, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഗ്ലാസ് ആണ് കുറച്ചും കൂടിയും ബെറ്റർ. പക്ഷേ ഇത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ റോൾഡ് ഓട്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ മെക്കാനിക്കലായിട്ടുള്ള ജോലി എല്ലാം ചെയ്യുന്ന കിച്ചണിലാണല്ലോ. അപ്പോൾ ആ ഒരു ഏരിയ നല്ല നീറ്റായിട്ട്, നല്ല കാണാൻ ഭംഗി എസ്തെറ്റിക് ആയിട്ടൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ എളുപ്പമാവും, ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയായിട്ട് ഇന്ന് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്ലാസ് ബോട്ടിൽസൊക്കെ കുറേ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ചെറിയ ചെറിയ ബോട്ടിൽസിലോട്ടാക്കി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇതിൻ്റെ മൂടിയിലൊക്കെ കുറേ റസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടീമൂന്ന് വാങ്ങിയ പാഴ്സലുണ്ടായിരുന്നതാണ്. ഇത് റസ്റ്റ് കളയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സ്പഞ്ചാണ്. അത് വെച്ച് ഉരച്ചപ്പോഴേക്കും ഫുള്ള് ക്ലിയറായി. അതൊരു അടിപൊളി പേർച്ചേസ് ആയിരുന്നു. ശരിക്കും പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓർഗനൈസ് ചെയ്ത് വന്നപ്പോൾ തന്നെ സമയം പോയത് തീരെ അറിഞ്ഞില്ല. ഇനിയും ഒരുപാട് പണി കിടക്കുകയാണ്, ക്ലീനിങ്ങും ഓർഗനൈസിങ് ഒക്കെ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഫുഡും ഉണ്ടാക്കി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഇനി അതൊക്കെ കഴിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇനിയും കുറേ പണി കിടക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. നമ്മളിവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഓട്സ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഓട്സ് കുറച്ച് എളുപ്പപ്പണി ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ഓട്സ് എന്തെങ്കിലും സീസണൽ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ട് വയ്ക്കും. മോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആയിരിക്കും.
അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ കിച്ചൻ്റെ അടുത്തൊരു സെക്ഷനിലോട്ട് എത്തി. ഈ സംഭവങ്ങളൊക്കെ ഇനി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഈ പെരുന്നാളിൻ്റെ സമയത്തുള്ളൊരു ഡീപ്പ് ക്ലീനിങ് അത് മസ്റ്റാണ് എല്ലാ വീട്ടിലും. ഇത് ശരിക്കും പെരുന്നാളിന് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, പക്ഷേ ഇത് എപ്പോഴായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബിലോട്ടൂന്ന് മേടിച്ച ജാറാട്ടോ, ഗീയൊക്കെ ആക്കി വെക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കണ്ടപ്പോഴേക്കും. പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ അല്ല കേട്ടോ, കിച്ചണിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്ന വീടുകളിൽ മേളിൽ ഉള്ള ഷെൽഫ് ഉണ്ടാവില്ല. കിച്ചൻ്റെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെയുള്ള ഷെൽഫ്സ് മാത്രമേ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി ഞാനങ്ങനെ മേളിൽ ഒന്നെങ്കിൽ ഷെൽഫ് തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ഷെൽഫ് വളരെ ഹൈറ്റിലായിരിക്കും. നമുക്ക് മേളിലത്തെ സ്റ്റാൻഡിലോട്ടൊന്നും കൈ തീരെ എത്തത്തേ ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിലോറ്റൂന്ന് തന്നെ വാങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നമുക്ക് എൻ്റെ എല്ലാ മസാലകളും പിന്നെ ചായപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ, പൊടികൾ എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക, അത്രയും തന്നെ ഉള്ളൂ. ബാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ ഈസി ടു യൂസ് ആണ്, അത്യാവശ്യം നല്ല സ്റ്റഡിയും ആണ്. ഞാൻ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് മാറ്റണം എന്ന് വിചാരിച്ച് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഈ സ്പൈസസിൻ്റെയൊക്കെ ബോട്ടിൽസ് മാറ്റി അതിൻ്റേതായ ഒരു ബോട്ടിലിൽ ലേബിൾ ചെയ്ത് വെക്കണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സംഭവം ഇനി എത്തിയിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരിക്കും എനിക്ക് ഈ സ്റ്റാൻഡ് വെച്ച് തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത് ഇതിൻ്റെ താഴത്തെ ഒരു ലെയർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോരോ ബോട്ടിൽസും നല്ല ഭംഗിയുള്ളതുകൊണ്ട് വേറൊരു ലുക്കായിരുന്നു. ഇതിലേറ്റവും മുകളിലത്തെ ലെയറിൽ ഞാൻ കുറച്ച് നട്ട്സും ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ് വെച്ചത്. ഓയിലും അതൊക്കെ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് കുറച്ച് ഹൈറ്റുള്ള ബോട്ടിൽസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആവാറായി. അടുത്ത് നമ്മുടെ ഈ ബാംബൂ റോൾ ഓർഗനൈസർ ആട്ടോ. ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിങ് റാപ്സും പിന്നെ അതുപോലെ ഫോയിലിൻ്റെ റാപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്, സ്പെഷ്യലി ഫോർ പ്ലാസ്റ്റിക്. കാരണം പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കും അല്ലേ, സെല്ലോ ടാപ്പൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്യാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇതിൽ തന്നെ ഒരു കട്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ഈ കിച്ചൻ്റെ യൂട്ടൻസിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് വേറെയും പുതിയ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് കിച്ചന് വേണ്ടിയിട്ട്. അതും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമുക്ക് വെക്കാം. ശരിക്കും നമ്മൾ ഈ ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഒരുപാട് വർഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതോടെ നമ്മുടെ കിച്ചൺ ഇലക്ട്രോണിക്സിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ വാങ്ങിയത് കുറച്ച് പുതിയ സാധനം വാങ്ങിയിട്ടുണ്ട്. അതും ഇതുമെല്ലാം വെച്ച് നമുക്കൊന്ന് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തെടുക്കാം. ആദ്യത്തേത് ഒരു സെർവിങ് കാസറോൾ ആട്ടോ. ഇത് നമുക്ക് ഓവനിലും പിന്നെ ഫ്രിഡ്ജിലും പുഡിങ്ങൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാനും ഒക്കെ ഞാൻ വാങ്ങിയ ഒരു കാസറോളാണിത്. നല്ല ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കാസറോളാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ബിലോറ്റൂല് തന്നെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് ആട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വാഷ് ആൻഡ് ഡ്രൈ ഐറ്റം. നമുക്ക് ആ നെറ്റിലിട്ടിട്ട് വാഷ് ചെയ്ത് അത് സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രോബെറീസോ അങ്ങനെ എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. സാലഡിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വണ്ണാട്ടോ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് വെറും 500 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഒരു ഓവനാണ്. ആക്ച്വലി 500 രൂപയ്ക്ക് എനിക്കറിയില്ല ഓവൻ കിട്ടുമെന്ന്. ഞാനിത് യൂസ് ചെയ്തു 2-3 തവണ ആൻഡ് ഇറ്റ് വാസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഭയങ്കര കുഞ്ഞിതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 2 ട്രേ ഉണ്ട്, ഒരു ഗ്രില്ലിനും പിന്നെ ഒരെണ്ണം ഒരു സെർവിങ് ട്രേ പോലെ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചിക്കനൊക്കെ ബേക്ക് ചെയ്യാൻ, കേക്കൊന്നും ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു നോർമൽ ട്രേയും ഒരു ഗ്രിൽ ട്രേയും ആണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ.
ഇത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, പക്ഷേ ഇത് എത്ര നാൾ ഓടും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് വേണം ഒരു സ്റ്റാൻഡ് ആട്ടോ. ഈ സൈഡ് ഫുൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഒരു വലിയ ടാസ്ക്. ഇങ്ങനെയാണ് എൻ്റെ ഗ്യാസിൻ്റെ താഴെയുള്ള ആ ഒരു ഷെൽഫ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോരോ സാധനം എടുക്കാനും വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പിങ്ക് സ്റ്റാൻഡ് വാങ്ങിച്ചത്. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഷെൽഫ് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈമും എഫേർട്ടും വേണ്ടി വന്നത് ഈ ഒരു ഷെൽഫ് ഓർഗനൈസ് ചെയ്യാനാണ്. ബിക്കോസ് എനിക്ക് എവിടെ വെക്കണം, ഏത് ഫസ്റ്റിൽ വെക്കണം, ഏത് സെക്കൻഡിൽ വെക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ് എല്ലാം ഞാൻ മേളിലും, അതായത് പാത്രങ്ങളെല്ലാം മേളിലും, ബാക്കിയുള്ള അത്യാവശ്യം അങ്ങനെ യൂസ് ചെയ്യാത്തതൊക്കെ താഴെയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ലൈഫ് സേവിങ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്കിപ്പോൾ എടുക്കാനും വെക്കാനും എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടി. മറ്റേതെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇതുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുള്ളി എക്സോസ്റ്റഡ് ആയിട്ടോ. പിന്നെ എനിക്ക് എനർജി തീരെ ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഞാൻ കുറച്ച് സിലിക്ക ജെല്ലും കൂടി ഷൂസിലോട്ടിട്ടു. ഇനി നമുക്ക് ഈ കിച്ചൺ ഓർഗനൈസിങ് അടുത്ത വ്ളോഗിൽ കണ്ടിന്യൂ ചെയ്യാം. ബൈ.